ഹായ്, ഇതാണ് നമ്മുടെ കറിവേപ്പില. നമ്മുടെ കറികളിലൊക്കെ ഇടുന്ന നമ്മുടെ നാടൻ കറിവേപ്പില. അപ്പോൾ ഇത് ഒരു ചുവട് കറിവേപ്പില മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് കറിവേപ്പിലയുടെ മരം. കണ്ടോ, ഇത്ര അങ്ങ് വലുതായിട്ടുണ്ട്. ഇതാണ് ഒരു വലിയ മരം. പക്ഷേ ഈ കറിവേപ്പിലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ ഒരു മൂട് കൊണ്ട് വെച്ചാൽ മതിയാകും. പക്ഷേ അതിൻ്റെ വേരിൽ നിന്നും ഇങ്ങനെ പൊട്ടിമുളച്ച് ഒരുപാട് തൈകളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കണ്ടോ, ഈ ഒരു വലിയ മൂടിൽ നിന്നും കണ്ടോ ഇങ്ങനെ തൈകളിങ്ങനെ പൊട്ടിമുളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അടുത്ത തൈ, ഇതിൻ്റെ അടുത്ത തൈ, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വേര് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടോ അവിടെ നിന്നൊക്കെ ഇങ്ങനെ തൈകൾ മുളച്ചുകൊണ്ടേയിരിക്കും. കണ്ടോ, ഇതാണ് നമ്മുടെ നാടൻ കറിവേപ്പിലേൻ്റെ ഒരു പ്രത്യേകത. കറിവേപ്പില അങ്ങനെ എളുപ്പത്തിന് പിടിച്ചു വരുന്ന ഒരു ഫലമല്ല. പക്ഷെ പിടിച്ച് കിട്ടിയാൽ ഇങ്ങനെ കാട് പോലെ വളർന്നു വരും. അതിനുവേണ്ടി നമ്മളതിന് നല്ല വളമൊക്കെ കൊടുത്ത് പരിരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും പൊട്ടി വരുന്ന ഒരു തൈ മതിയാകും നമുക്ക് മാറ്റി നടാൻ. അത് 1 മീറ്റർ വീതിയിലും ആഴത്തിലും കുഴിയെടുത്തിട്ട് നല്ല അടിവളമൊക്കെ ചേർത്ത് വെച്ച് കൊടുത്താൽ മതിയാകും. പക്ഷേ കറിവേപ്പിലയ്ക്ക് നല്ലതുപോലെ വെള്ളം അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടതാണ്. ഇത് പിന്നെ നല്ലതുപോലെ ഇങ്ങനെ തഴച്ച് വളരുന്നതാണ്. ഇത് നമ്മുടെ ഒരാൾ പൊക്കത്തിന് അതിനേക്കാളും വലിപ്പത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. കണ്ടോ, നല്ലതുപോലെ തഴച്ച് വളർന്നാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നമ്മൾ വീട്ടിൽ നട്ട് വളർത്തുന്ന കറിവേപ്പില ചെടിക്ക് നല്ല ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മൾ പ്രത്യേകിച്ച് കീടനാശിനി അങ്ങനെയുള്ള വളങ്ങളൊന്നും ചേർക്കാറില്ലല്ലോ. അപ്പോൾ പിന്നെ നല്ലൊരു വിളയാണിത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു മൂട് കറിവേപ്പിലയെങ്കിലും നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തിയാൽ നമുക്ക് ഏത് കറിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരിനമാണ് നമ്മുടെ കറിവേപ്പ്. അപ്പോൾ നിങ്ങളും കറിവേപ്പ് ഇതുപോലെ നട്ട് വളർത്തും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ നിങ്ങൾ സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതാണ്.